ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്ന് ഇതാ 3-4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ പുതിയ വിശേഷം എന്ന് പറയാനും പ്രത്യേകിച്ചുള്ള വിശേഷമൊന്നുമല്ല, നമ്മളെ കേരളം മൊത്തം കാണുന്ന വിശേഷങ്ങൾ തന്നെയാണ്. ഇതാ വീട്ടിലും ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ നടക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ ഒരു ആഴ്ചയോളം ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ അതൊക്കെ ഒന്ന് സെറ്റായി റെഡിയായി നമ്മൾ വീണ്ടും വീഡിയോയിലേക്ക് തന്നെ തിരിച്ച് വരാമെന്നുള്ള ലെവലിലേക്ക് നിന്നപ്പോഴാണ് ഇന്നലെ രാത്രി മൊത്തവും നല്ല മഴയായിരുന്നു. ഇന്നലെ കോഴിക്കോടൊക്കെ പോയിട്ട് ഞങ്ങൾ ശരിക്കും പെട്ടുപോയിട്ടാണ്. കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. സാധാരണ 1-1.5 മണിക്കൂറിൽ എത്ര ഇത് നമ്മൾ 3 മണിക്കൂറിൻ്റെ അടുത്തിരുത്തിട്ടാണ് കോഴിക്കോട് എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറത്തുനിന്ന്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ രാത്രി തിരിച്ചെത്തിയതും അതുപോലെ തന്നെ ഒരുപാട് വഴിക്കിട്ടാണ് കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കാണ്. വെള്ളം നിന്നിട്ടും മണ്ണിടിഞ്ഞിട്ടും മുഖപ്പാടിയായിട്ട് നല്ല ബ്ലോക്കാണ്. അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തിപ്പോൾ ഞങ്ങൾ മാവണ്ടിയൂരിലാണ് കേട്ടോ. നേരം വെളുത്ത് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ കാണുന്ന ദൃശ്യമാണിത്. മുറ്റത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ അതൊരു എന്താ പറയുക, നമ്മളെ കുട്ടനാട്ടൊക്കെ നോക്കുന്ന അവസ്ഥയിലായിരിക്കണം കേട്ടോ. നോക്കി, നേരം വെളുത്ത് സാക്കുവിൻ്റെ മുറ്റാണ് കേട്ടോ ഇത്. ഇത് കണ്ടില്ലേ, ഇവിടെ മൊത്തം നിറഞ്ഞ് അപ്പുറത്തെ പറമ്പൊക്കെ നിറഞ്ഞ് ആ തെങ്ങ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ആളെ എകരത്തിനുണ്ടാവും അതിൻ്റെ പറമ്പിൻ്റെ കുണ്ട്. അത് കണ്ടില്ല, അത് അത്രോളം നിറഞ്ഞിട്ട് ഇതപ്പുറത്തേക്ക് വെള്ളം വരൽ തുടങ്ങി. അപ്പുറത്തെ ഭാഗമൊക്കെ ഇതാ, അപ്പുറത്തെ ആ പറമ്പൊക്കെ ഏകദേശം നിറഞ്ഞു തുടങ്ങി. അതാ കണ്ടില്ല, അവിടെയൊക്കെ അതാ വെള്ളം നക്കിലെടുത്തിട്ടാ. കഴിഞ്ഞ തവണ ഇതുപോലെ നിന്നിട്ട് ആ മതിലൊക്കെ പാടിയും പൊട്ടിയിട്ട് ഇങ്ങോട്ടൊരു വരവായിരുന്നു. ഇത്തവണ എന്താവോ എന്തോ. കണ്ടില്ല, ആ ഭാഗത്തുള്ള പറമ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ വെള്ളം നന്നായിട്ട് വന്നിട്ട് ഇവിടെ കിടക്കൽ തുടങ്ങിയിരിക്കണം. അങ്ങനെ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ്. രാവിലെ എണീറ്റപ്പാട് മക്കൾക്ക് എന്തായാലും നല്ല സന്തോഷമാണ്. മക്കളെന്തായാലും നല്ല ഹാപ്പി ആട്ടാ. കാരണം ഒന്നും സ്കൂളില്ല. ഇതുവരെ ഇതിൽ തോണി ഉണ്ടാക്കി കളിക്കലായിരുന്നു. ഇവിടുന്ന് തോണി ഉണ്ടാക്കുക ഇടുക, തോണി ഉണ്ടാക്കുക ഇടുക, അങ്ങനെ നല്ല കളിയിലായിരുന്നു ഓല്. ഇനിയിപ്പോൾ ഇതിൽക്കും നല്ല അവസ്ഥയായി. കാരണം ഞങ്ങളുടെ നാട് അറ്റെങ്കിലും കുളക്കാട്, അവിടുത്തെ പാടം എന്താണെന്നറിയില്ല. അവിടെ കുറച്ച് ദിവസം മുന്നേ തന്നെ പറമ്പിന്ന്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറമ്പിൽ നിന്നൊക്കെ നല്ലോണം ഉറുപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസമായി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ അറിയില്ല. നാളെ പോയി നോക്കണം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊന്നും പറയാൻ ഇതാ കണ്ടില്ലേ, നിൽക്കുന്ന വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ബാക്കി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ലൈവ് ഇടുന്ന പോലെ കുറച്ച് വിശേഷങ്ങളൊന്ന് പറയാനായിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്, മഴയൊക്കെ എങ്ങനെയുണ്ട്, അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഫോട്ടോ എടുക്കേ, എന്താ അപ്പോൾ അത് തലമുറ കവർ കെട്ടിട്ടെങ്കിൽ ഇറങ്ങായിരുന്നില്ലേ? നിങ്ങൾക്ക് നല്ല രസം. അയ്മുണ്ണിയെ സൈക്കിളെ വെള്ളത്തിൽ ഓടിക്കാൻ പറ്റില്ല, മറിഞ്ഞു വീഴൂ. ഇതെന്താണ് അത് കാട്ടണം നോക്ക്, അത് കാട്ടണം നോക്ക്. അയിമ കാട്ടി പോലെ തലമുറ കവർ ഇട്ടി നോക്കി നിങ്ങള്. അവിടെ നിന്ന് കിടന്ന് ഉരുളല്ലേ. വിഴൂട്ടാ സൈക്കിള്. ഈ കണ്ട മക്കളെ, കാലങ്ങളായി ഞാൻ ഫീന് പൂജ വെട്ടി കളിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇന്നിപ്പോ മഴ കൂടിയ കാരണം കറണ്ടും ഇല്ല, നെറ്റും ഇല്ല, ഇൻവേർട്ടറിൽ ചാർജും ഇല്ല, വൈഫൈ ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസത്തെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടാബും ഫോണും ടിവിയും കണ്ടിരിക്കണം മക്കൾ. ഇതാ ഇന്ന് പൂജ വെട്ടി കളിക്കുന്നു ഗൈസ്. അതാണ് പറഞ്ഞത്, മനസ്സിലായ? ഒരു കൈയിന്റെ പ്ലാസ്റ്റർ ഇട്ടതിന്റെ കോലാണ് ഈ കാള്. അയിമലൊക്കെ പൂജ വെട്ടി കളിച്ചു. സൈനിട്ടുന്നതാണ് നല്ല കഥ. അപ്പൊ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളും കൂടി ഉണ്ട്. കറണ്ട് നെറ്റൊക്കെ പോയാല്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും സാക്കും കൂടി ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ. വളാഞ്ചേരി വരെ പോവാണ്. മക്കൾക്കുള്ള കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാട്ടോ. പോകുന്ന വഴിയിൽ ഇതാ വളാഞ്ചേരിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കണ്ടില്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാടും തോടും ഒക്കെ നിറഞ്ഞ് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
പണ്ടൊക്കെ വെള്ളപ്പൊക്കം അതുപോലെ സ്കൂളില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. പക്ഷെ അന്നൊന്നും എന്താണ് ഈ വെള്ളപ്പൊക്കം, എന്താണ് അതിൻ്റെ ഉണ്ടാകുന്ന മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത്രയ്ക്ക് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ബോധ്യമാവുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ കാര്യം. ഒരു ദിവസം സ്കൂളില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂലിക്ക് എന്തൊരു സന്തോഷവും കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ എന്തായാലും ഓരോരോ സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് അവസ്ഥകൾ കാര്യങ്ങളെന്നൊക്കെ പറ്റുന്ന കമൻറ്റിലൂടെ പറയുക. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്ന് ചെറിയൊരു ലൈവ് പോലെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വയനാട്ടിൻ്റെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ നിന്നോട് പ്രത്യേകിച്ച് എന്താ ചെയ്യാനാണല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കഴിയുന്നത് അത്ര എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അങ്ങനെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിയുന്നത് അത്ര അവിടെ നിന്ന് മാറി നിൽക്കാൻ ആദ്യം തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പം അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റേ വീഡിയോയിൽ കാണാം കേട്ടോ.